ആനപ്പേടി മാറാതെ ആറളം പുനരധിവാസ മേഖല ഓരോ ദിവസവും ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇവർ കഴിയുന്നത്. ഒപ്പം റോഡ് കൂടി ഇല്ലാത്തതിനാൽ ബ്ലോക്ക് 15-ലെ 55-ാം ഭാഗം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇരുട്ടി വെളുക്കുന്നത് ആനയുടെ പരാക്രമ കഥകൾ കേട്ടാണ്. ഏറ്റവും ഒടുവിൽ 4 മാസം മുമ്പ് വെള്ളി ലീല ദമ്പതികളെ കാട്ടാന അതിക്രൂരമായി കൊന്നപ്പോൾ പുനരധിവാസ മേഖല ഒരിക്കലും കാണാത്ത രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷിയായെങ്കിലും പതിയെ പതിയെ കെട്ടടങ്ങി. അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പലതും ആദിവാസികൾക്ക് കിട്ടാക്കനിയാവുകയാണ്. കൂടുതൽ RRT സംഘത്തെ നിയോഗിക്കുമെന്ന മന്ത്രിയുടെ വാക്കുകൾ പാലിക്കപ്പെട്ടില്ല. പുനരധിവാസ മേഖലയിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് കണക്കെടുപ്പുകൾ നടത്തിയെങ്കിലും പിന്നീട് യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. അഴിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന ഉത്തരവ് പണമില്ലെന്ന പേരിൽ ഫയലിൽ ഒതുക്കി. മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന അവലോകന യോഗം മിനിറ്റ്സിൽ ഉറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10-ലധികം സ്ഥലത്താണ് ആനയിറങ്ങി നാശനഷ്ടം വിതച്ചത്. ബ്ലോക്ക് 9-ലെ കാളിക്കയത്തിൽ അശോകന്റെ വീടിന്റെ മുറ്റത്തെത്തിയ കൊമ്പൻ ഭീതി വിതച്ചത് അരമണിക്കൂറിലധികമാണ്. ബ്ലോക്ക് 13-ലേക്ക് വഴിയില്ല. RRT വാഹനങ്ങൾ വഴിയിൽ താഴുന്നു. പുനരധിവാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാന ശല്യം നിലനിൽക്കുന്ന പ്രദേശമാണ് ബ്ലോക്ക് 13. ഇവിടേക്കുള്ള റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യത്തിന് പുനരധിവാസത്തോളം പഴക്കമുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങളെ അവഗണിക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ന്യൂസ് മലയാളം, കണ്ണൂർ.